ഇവിടെ ഉടമ്പടി എടുത്താലും ചില ആൾക്കാർ എന്ത് ചെയ്യും. ഞാനിവിടെ ഇന്നലെയൊക്കെയാണ് 990 ഉടമ്പടിയൊക്കെ നടന്നത്. ഇന്നലെ 900 ഉടമ്പടി നടന്നത് ഇന്നലെ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കാണുന്നുണ്ട്. ആൾക്കാരിങ്ങനെ ഉത്സവത്തിന് വന്ന പോലെ വെട്ടിയാർത്ത് കയറി ഉടമ്പടിയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദൈവമേ, അതായത് ചിലർ മാത്രം അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ആലോചന ചെയ്ത് ദൈവത്തോടൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണെന്നുള്ള ബോധ്യത്തിൽ നിശബ്ദതയിൽ ആന്തരിക ആധ്യാത്മിക ചൈതന്യത്തോടുകൂടി ചെയ്യും. ചിലർ അങ്ങനെ ഈ ഒന്നിൻ്റെ കൂടെ ഇങ്ങനെ പോരുമല്ലോ. ഇപ്പം ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു നല്ല ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര മൺസൂൺ കാലവർഷമല്ലേ. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ആലുവ ഞങ്ങളുടെ കുന്നിൻ്റെ താഴെ പോയി നിൽക്കും. പെരിയാർ അരിയിൽ കൂടി ഒഴുകുകയാണ്. അപ്പോൾ ഈ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും. ഒഴുക്കിൻ്റെ കൂടെ വലിയ മരങ്ങൾ, പല സാധനങ്ങൾ ഒഴുകിപ്പോവും. വീട്ടുപകരണങ്ങളൊക്കെ ഒഴുകിപ്പോണ കാണാം. മരിച്ച മനുഷ്യർ ഒഴുകിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പെരിയാറ്റിൽ കൂടി. ആരും കാണാതെ ഒഴുകിപ്പോവും. വള്ളക്കാരിങ്ങനെ കാണുന്നതിനെ കൂവും. അവർ തുഴഞ്ഞു കുത്തിക്കൊണ്ട് പോയ വള്ളക്കാർ ഈ ശവം കമന്ന് കിടന്ന് ഒഴുകണ കണ്ട കൂവും. പക്ഷേ ഇങ്ങനെ കൂവാൻ പോലും ആരുമില്ലാത്ത കുറേ ക്രിസ്ത്യാനികൾ ശവങ്ങളായി കമന്ന് കിടന്ന് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാലത്ത് കാണുന്നത്. എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ ആ തിന്മകളെ അനുകരിച്ചുകൊണ്ട് അവരുടെ ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകിപ്പോകും. ഇപ്പം മറ്റുള്ളവർ ഞായറാഴ്ച ആചരിക്കണില്ല, അപ്പം ഞാനും അതുപോലെ തന്നെ ഞായറാഴ്ച ആചരിക്കാതെ ഞാനും അങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ദൈവിക ജീവൻ കുറഞ്ഞ് അവസാനം ആൽബിനെ പോലെ മുറിയടച്ചിട്ട് 6 കൊല്ലമല്ലേ ദൈവത്തെ മറന്ന് ജീവിച്ചത്. പക്ഷേ അമ്മയാണ് ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. പണ്ട് അമ്മയുമായിട്ട് അവനൊരു റിലേഷൻ ഉണ്ടായി. അമ്മ അത് മറന്നിട്ടില്ല. ഇത് വല്ലാത്തൊരു സംഭവമായിപ്പോയി. ഞാൻ ആ സാക്ഷി എടുക്കാൻ കാര്യം അതാണ്. ആ ഒറ്റ അക്കൗണ്ടിൽ മാത്രം, പഴയ ഒരു സേവിങ് അക്കൗണ്ടിൽ കുറച്ച് തുക കിടപ്പുണ്ട് അമ്മയുടെ പേരിൽ. അമ്മ അത് സൂക്ഷിച്ചിട്ട് ഇവൻ മരിക്കാൻ അനുവദിക്കാതെ ഇവനെ രക്ഷിക്കാൻ പോയിണി. അതാണ് അമ്മയെന്ന് പറയണത്. ചില പിതാക്കന്മാർ ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് ചോദിക്കും, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കൃപാസനം? ദ പ്രൊമോട്ടിങ് മേരി ആസ് എ ഗോഡ്, ഇസ്ന്റ് ഇറ്റ്? യു ആർ നോട്ട് സീയിങ് ഇറ്റ് എന്നൊക്കെ ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാവിനെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് ആരാണ്ടൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിനെ ദൈവമായിട്ട് ദൈവത്തെങ്കിലേക്ക് ഒരു വഴിയായിട്ട്, ഒരു വിളക്കായിട്ട് അമ്മ മാതാവിനെ കണ്ണ് കാണാത്തവന്, മുമ്പിൽ വഴിയില്ലാത്തവന്, ഇരുട്ട് മാത്രം അവകാശമായവന് കൊളുത്തി കൊടുത്തിട്ട് കൂടെ നടക്കുന്ന പരിപാടിയാണ് ഉടമ്പടി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ശരീര ഉടമ്പടി എന്ന വലിയ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അങ്ങനെ ആൽബിൻ 1-2 പ്രാവശ്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്കറിയാം. ഇത്തിരി കട്ടിയുള്ള പരിപാടിയാണെന്ന് പുള്ളി പരിചയമില്ലല്ലോ. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള പരിപാടിയാണെങ്കിലും ഉടമ്പടി എടുക്കാൻ അല്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഇതിൻ്റെ പിന്നിലെല്ലാം അമ്മയുടെ ഒരു ആദ്യം ദൈവം നമ്മളെ അനുഗമിക്കണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ശരിയാണ്. പിന്നെ നമ്മൾ ദൈവത്തെ അനുഗമിക്കും. ആദ്യകാലങ്ങളെല്ലാം ഇപ്പം അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിനെ കാണാൻ വേണ്ടി ഇവനോട് അടുത്ത് വരാൻ പറഞ്ഞ്. ആരും പറഞ്ഞില്ല, അവൻ്റെ മനസ്സിരുന്ന് തന്നെ അവൻ്റെ അന്തരംഗം എനിക്ക് അമ്മയെ അടുത്ത് പോയി കാണണം, അമ്മയെ അടുത്ത് പോയി കാണണമെന്ന് മനസ്സിൽ തോന്നുകയും ഒരു തണുത്ത കാറ്റും സുഗന്ധവും അടിച്ചപ്പോൾ വീണ്ടും അന്തരംഗം പറഞ്ഞു, നീ അടുത്ത് വരരുത്, നീ പോയി കുമ്പസാരിച്ചിട്ട് വരാൻ പറയും. അവൻ തിരിച്ചു പോകും. അതെല്ലാം അമ്മ ഇവനെ നയിക്കുന്ന വഴികളാണ്. നീ അടുത്ത് വരരുത്, അടുത്ത് വരാൻ പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. പക്ഷെ അടുത്ത് വരണ മുമ്പ് എന്താണ്, വർഷങ്ങളായി നീ അവിശുദ്ധിയിലാണ് ജീവിക്കണത്.
അവൻ്റെ അഭിശുദ്ധിയൊന്നുമില്ല, അവൻ ആരെയും കൊല്ലാൻ പോയില്ല. അവൻ്റെ ആത്മാവിന് അവൻ തന്നെ കൊന്ന കേസാണ്. നമ്മൾ പറഞ്ഞില്ല ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന്. ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ അവസാന നിമിഷങ്ങൾ കാണാൻ പറ്റുന്നപ്പോഴും പറഞ്ഞതാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന് പറഞ്ഞു. ശരിയാണ്, എല്ലാവരും അങ്ങനെ പറയും. പക്ഷെ നമ്മളെ തന്നെ കൊന്നിട്ടുണ്ട്, നമ്മളിലുള്ള ദൈവിക ജീവനെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കൊന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. നീ ഇന്നും അനുതാപമില്ലാതെ തന്നെയാണ് നിനക്കങ്ങനെ ഒരു മാനസിക അവസ്ഥ ഉണ്ടെങ്കിൽ നീ കൊന്നിരിക്കുന്നത് നിൻ്റെ വിശ്വാസത്തെയാണ്. എന്താ കാര്യം? വിശ്വാസവും അനുതാപവും ഏതാണ്ട് ഒരേ വാക്കുകൾ തന്നെയാണ്. അനുതാപം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസമില്ലെന്നാണ്. അനുതാപം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസം ഉണ്ടെന്നാണ്. കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത് അങ്ങനെയാണ്. ഈശോ ആദ്യമായിട്ടും ഭൂമിയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ പ്രെമിസിൽ വെച്ചാണ്. എന്താണ്? അനുതപിക്കുക. പറഞ്ഞേ, അനുതപിക്കുക, സുവിശേഷത്തിലെ വിശ്വസിക്കുക. മർക്കോസ് 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. 14 വായിച്ചേ. മർക്കോസ് 1:14. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അപ്പൊ യേശു രംഗപ്രവേശനം ചെയ്യുന്നതിന്റെ സൂചനയാണ് അനുതാപം. നിന്റെ ജീവിതത്തിലെ യേശു പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദൈവപൈതലെ, അനുതാപം ഉണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞുവെന്ന്. സുവിശേഷത്തിൽ യേശു പ്രവർത്തനം ആരംഭിക്കുന്നത് മർക്കോസ് 1:14 വെച്ചുകൊണ്ടാണ്. അവൻ ഗലീലയിലേക്ക് വന്നു. എന്താ പറഞ്ഞത്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോഴും വിശ്വാസവും അനുതാപവും ഒരേ വാക്കാണ്. നിന്നിൽ വിശ്വാസം ജനിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ കുറച്ചൊന്ന് കാത്തിരിക്കും. വരട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ. ആദ്യത്തെ പരീക്ഷയ്ക്ക് തോറ്റു, രണ്ടാമത്തെ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷയ്ക്ക് തോറ്റു. അപ്പോഴും നിന്നെ തോക്കാൻ ദൈവം അനുവദിക്കും. എന്താ കാര്യം? നീ നിന്നിൽ തന്നെ ആശ്രയിച്ചിരിക്കുകയല്ലേ. നിന്നെ ആശ്രയിക്കുന്ന വിധത്തിൽ വെച്ച് ദൈവം തോക്കാൻ അനുവദിക്കും നിന്നെ. കാര്യം എന്താണ്? നീ തന്നെയാണല്ലോ നിൻ്റെ ശോക്കിൽ തോണ്ടിക്കൊണ്ടിരിക്കണത്. അപ്പം നിനക്ക് അനുതാപം ഉണ്ടാകാൻ വേണ്ടിയാണ് തകർച്ച ദൈവം അനുവദിക്കണത്. അത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമായിട്ടും വരാം. 2:4 റോമ 2:4 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 2:4. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? അവിടുത്തെ നിസ്സീമമായ കരുണ നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കുമോ, ഞാൻ കള്ളക്കടത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കഞ്ചാവ് വിറ്റിട്ടുണ്ട്, ഞാൻ കണ്ടവൻ്റെ വണ്ടി അടിച്ചു മാറ്റിയിട്ട് RC പേപ്പർ ചേഞ്ച് ചെയ്ത് വേറെ കൊടുത്ത് ജീവിച്ചിട്ടുണ്ട്, ഞാൻ അബോർഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചില ആൾക്കാർ തകരുമെന്ന് എനിക്കറിയാമായിരുന്നിട്ട് ഞാൻ ആ തകർച്ച അവരോട് പറയാതെ അവരുടെ തകർച്ച കണ്ട് ആനന്ദിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നിനക്ക് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നീ എന്നിട്ട് പറയും, ഞാനിങ്ങനെ ആൾക്കാരുടെ പൊന്നും പണ്ടമൊക്കെ കട്ടെടുത്തിട്ടും വായ്പ വാങ്ങിയെന്നും പറഞ്ഞ് അത് തൂക്കി വിറ്റിട്ടും അവരുടെ മുമ്പേ മേടിക്കോ ഞങ്ങൾ നാട് വിട്ട് പോകത്തുള്ളമെന്ന് അവർക്ക് പച്ചക്കും തന്തക്കും തള്ളക്കുമൊക്കെ വിളിച്ച് ഇങ്ങനെ നീ ദൈവത്തെ മറന്ന് മനുഷ്യത്വമില്ലാതെ ജീവിച്ചിട്ട് നീ പറയണേ എനിക്കൊരു ചുക്കും സംഭവിച്ചില്ലല്ലോ. ഞാൻ 3 കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് കല്യാണത്തിന് മുമ്പ് എനിക്ക് പരപുരുഷന്മാരുടെ പരസ്ത്രീയോട് ബന്ധമുണ്ടായിരുന്നു.
കല്യാണത്തിന് ശേഷം എനിക്ക് പല പുരുഷന്മാരും പല സ്ത്രീകളോട് ബന്ധമുണ്ട്, എനിക്കതിന് കുഴപ്പമില്ല, എനിക്ക് വല്ല സിബിലിസും വന്നാൽ, എനിക്ക് വല്ല എയ്ഡ്സും വന്നാൽ, എനിക്ക് വല്ല ആരോഗ്യമുണ്ട് എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായ? നീ ആരോഗ്യത്തെ ഇത്രയും പാപകരമായ ജീവിതത്തിലൂടെ പോയിട്ടും ഇത്രയും കള്ളക്കടവും തോന്നിവാസവും വഞ്ചനയും എല്ലാം നീ കാണിച്ചിട്ടും ഇപ്പോഴും നീ ആരോഗ്യമായിട്ട് നിലനിൽക്കണം. എന്താണ് കാരണം? റോമ 2:4 വായിച്ച്. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അതാണ്. എന്താ ഒന്ന് പറഞ്ഞേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ഉദ്ദേശം. അപ്പൊ ഇത്രയും നാളെ നീ അബദ്ധങ്ങളെല്ലാം കാണിച്ചിട്ടും നിനക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ദൈവം ഇങ്ങോട്ട് പോകുന്ന എൻ്റെ മൂക്കി കയറ്റി കളയും, പോയി പണി നോക്കടാ, പോയി തൂങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് പോകുന്ന നമ്മളെയും തിന്മയിലേക്ക് കൊണ്ടുവരുവരെ. സാത്താൻ അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് നമ്മൾ അകപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും അവൻ ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴും അവൻ നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മറച്ച് കളയും. അങ്ങനെ മറച്ച് കളയുമ്പോഴും നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? എടാ ഇതൊക്കെ ഒന്നും ഞാൻ ചെയ്യുന്നത്, ഞാൻ പള്ളിയിൽ പോകണം, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കുമ്പസാരിക്കില്ല, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, എനിക്ക് വേണ്ട കുഴപ്പമുണ്ടെന്നാണ് നമ്മളോട് ചോദിക്കണത്. പക്ഷേ എന്താണ് കുഴപ്പം? ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. നീ ഇങ്ങനെ ഇത്രയും ആധ്യാത്മികമായി അതപ്പതിച്ചിട്ടും കുഴപ്പമില്ലാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അനുതാപത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രത്യാശയാണ്. അതാണ് അച്ഛൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞ കാത്തിരിപ്പെന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അവസാനം വരെ പ്രത്യാശയാണ്, അവസാനം വരെ. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യാശയുടെ അവസാനം വരെ നമ്മൾ ചെല്ലാതെ നേരത്തെ നമ്മൾ അനുതാപപ്പെടുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഭജനം പറയണത്, യുവാവേ നിൻ്റെ യൗവനത്തിൽ തന്നെ നീ ദൈവത്തെ അറിയുക, വയസ്സാകും പ്രായവും ആകാൻ വേണ്ടി നീ കാത്തിരിക്കരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രസംഗകൻ 12:1. സഭാപ്രസംഗം 12:1. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന എന്ന് പറഞ്ഞ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പേ യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ഐസ്ക്രീമിന് അലുവായിലും ഒന്നും സന്തോഷം തോന്നാത്തൊരു കാലം വരും. ഇപ്പം തന്നെ വന്നു തുടങ്ങിയെന്ന് തോന്നണല്ലേ? ഐസ്ക്രീം അലുവയല്ല, ദൈവ അനുഭവം ഉണ്ടായാൽ പോലും സന്തോഷം വരത്തില്ല. അതാ സംഭവം. ആത്മാവിൻ്റെ വാർദ്ധക്യമാണിത്. ആത്മാവിൻ്റെ വാർദ്ധക്യം, ശരീരവാർദ്ധക്യത്തെക്കാൾ ഗതികെട്ടാണ് ആത്മാവിൻ്റെ വാർദ്ധക്യം. ആത്മാവിൻ്റെ വാർദ്ധക്യം പ്രാപിച്ചാൽ നിനക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് 35 വയസ്സേ ഉള്ളൂ, പക്ഷേ നിൻ്റെ ആത്മാവ് വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാണ്. എന്താണ്? 2 അബോർഷനും കഴിഞ്ഞ് ഒരു ഡൈവേഴ്സും കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് അവൻ പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ട് നീ കൂട്ടാക്കില്ല. എന്താ കാര്യം? അവൻ തിരിച്ചു വന്ന സ്റ്റെപ്പിനെയോ ഔട്ട് പോസ്റ്റോ നിനക്കുണ്ടെങ്കിൽ ആ കമ്പനി അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് ജോലിക്ക് മാത്രം ഉടമ്പടിക്ക് എഴുതിയിരിക്കുകയാണ്. ഭർത്താവ് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവൻ വരണ്ട. വെച്ചാൽ ഇപ്പോഴുള്ള ബന്ധങ്ങളൊക്കെ പോകും. അതാണ് പ്രശ്നം. ഉടമ്പടി ചെയ്തിരിക്കണത് നിങ്ങൾ തന്നെയാണ് കുലച്ചോറുണ്ടാക്കിയിരിക്കണേ. ഇതൊന്നും ഇങ്ങനെ കണ്ണടത്തൊന്നും ഇരുട്ടാക്കി അങ്ങനെ പെട്ടെന്ന് ഇരുട്ടാകത്തില്ല. മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടിയിൽ നിങ്ങൾ വെച്ചിരിക്കണത് വിദേശ ജോലിയാണ് വെച്ചിരിക്കണത്. അപ്പോൾ കർത്താവ് ചോദിക്കും, ഭർത്താവുണ്ടല്ലോ, ഭാര്യ ഉണ്ടല്ലോ, അവനോട് പിരിഞ്ഞു നിൽക്കാമല്ലേ, അവൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് നീ എന്താ അതിനൊന്നും അതിനെക്കുറിച്ച് ഉടമ്പടി ഒന്നും വേണ്ട, അതും വേണ്ട, ജോലി മാത്രം മതി എന്ന്. അതൊന്നും വേണ്ട, ജോലി മാത്രം മതിയെന്ന്. ഇപ്പോഴും ജഡത്തിന് വേണ്ടിയാണ് ഇവർ ജോലി എടുക്കുന്നത്. ഇവൾക്ക് 35 വയസ്സുണ്ടെങ്കിലും ആത്മാവിന് വാർദ്ധക്യമാണ്. നമ്മളെ ഈ സഭാപ്രസംഗി ശാരീരിക വാർദ്ധക്യത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നിനും സന്തോഷം വരാത്തൊരു 90 വയസ്സുണ്ടാകുമെന്ന്.
90 വയസ്സ് 35 വയസ്സുള്ളപ്പോഴും ആത്മാവിന് 90 വയസ്സുണ്ടാകുന്ന ഒരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പാപത്തെ അതൊരു ആഡംബരമായി കണ്ടുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കണ്ടുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 1:29. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം. ഒന്ന് പറഞ്ഞേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തു. അടുത്ത വായിച്ചേ. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അടുത്ത വായിച്ചേ. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ ചെയ്യുക മാത്രമല്ല, അത് ചെയ്യാതിരിക്കുക മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞ വാക്ക്, ആകാശം മാറിപ്പോകും. കാലങ്ങൾ, ആകാശം എന്ന് പറയുന്നത് ടൈമാണ്. ടൈം ഇസ് ദ മെഷർമെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്. ചലനങ്ങളുടെ ആകത്തുകയും ഏകകവുമാണ് സമയം. ആകാശം അത് മാറിപ്പോകും. സമയം മാറാം, കാലങ്ങൾ മാറാം. ബൈബിൾ എഴുതിയ കാലത്തല്ല ഇപ്പം നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അണ്ണന്മാർ ഈ സ്വർഗ്ഗ ഭോഗികൾ ആശ്രമിച്ചിരിക്കുന്നത്. ബൈബിളിൻ്റെ കാലമല്ല ഇത് വേറെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിന്മയ്ക്ക് ആശീർവാദം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് പറയണത്. അവർ ചെയ്യത്തില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുന്നു. അത് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ പകുതി മനുഷ്യർ, ഞാൻ ഈ അൾത്താരെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യം, പാപം ഡയറക്റ്റ് ചെയ്യുന്നവരെക്കാൾ പാപികളായുടെ എണ്ണം കൂടിയിരിക്കുന്നത് അംഗീകരിക്കുന്ന ആൾക്കാരിലാണ്. അവിടെ തിന്മ അംഗീകരിക്കുന്നു. ഇപ്പോൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു ആവശ്യമില്ല. അബോർഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകുന്ന ആൻറ്റിമാരില്ലേ, അവിടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നീ അവളുടെ നല്ല പിള്ള ചമയാൻ വേണ്ടിയാണ് നീ ആ പണി കാണിക്കണത്. ദൈവത്തെ മറന്ന് അവൾക്കും നിനക്കും പണി വരുന്നുണ്ട് അവറാച്ച. എന്താ കാര്യം? ആകാശവും ഭൂമിയും മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കിന് മാറ്റമില്ല. കർത്താവിൻ്റെ വാക്കിന് മാറ്റമില്ല. സഭയുടെ വിശുദ്ധി നിലനിൽക്കുന്നത് പാരമ്പര്യത്തെക്കാളുപരി കർത്താവിൻ്റെ വചനത്തിലാണ്. ഈ വചനത്തെ വളച്ചൊടിക്കുമെന്ന് ഓരോരോ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ പൊക്കിയും താത്തിയും കെട്ടുമെന്നൊക്കെ കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? 21:34 എന്താ വായിച്ചേ? മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അപ്പൊ കർത്താവിന്റെ വാക്കിന് മാറ്റം ഉണ്ടാകത്തില്ല എന്നർത്ഥം. എൻ്റെ മക്കളെ, നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനക്രമം എന്നതിനേക്കാൾ ഉപരി വചനത്തോടുള്ള നമ്മളെ റെസ്പോൺസീവ് റിയാക്ഷനാണ് നമ്മുടെ വിശുദ്ധിയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത്. അതാ കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മൾ വിശുദ്ധീകരിക്കുന്ന അടിസ്ഥാന ഘടകം എന്താണ്? കർത്താവിൻ്റെ വചനമാണ്.
അപ്പോൾ ആരെല്ലാം എങ്ങനെ വ്യാഖ്യാനിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് നിൻ്റെ ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി അവസാനത്തെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് രോഗി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അത് വെച്ച് തന്നെയാണ് അന്ത്യവിധി വരാൻ പോണത്. ആ വചനം വെച്ച് തന്നെയാണ് അന്ത്യവിധി വരണത്. ഉടമ്പടി എന്തുകൊണ്ടാണ് ഇത്രയും നിന്ന് ജ്വലിക്കണത്? ഉടമ്പടി എന്താണ് എടുക്കുന്നവർ അവരുടെ ജീവിതം വീണ്ടെടുക്കണത്? അത് കർത്താവിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രങ്ങളണിഞ്ഞ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ച സഹനങ്ങളിലൂടെ കടന്നു പോന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹനം ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ജനങ്ങൾ ഇങ്ങനെ അനുദിനം കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിലൂടെ കാണുന്നത്. കൈയടിച്ച് കർത്താവേ വിശദീകരിച്ച് വഴിനടന്ന് പറയുന്നു. ഞങ്ങളെ ചേർക്കാൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.